ഓക്കെ ചേച്ചി, നമ്മളിവിടെ ഗ്രീൻ കൊടുക്കാൻ പോകണം. അപ്പോൾ ഗ്രീൻ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈ പീലിയിൽ ഇപ്പോൾ ഒരു ഗ്രീനിൻ്റെ ഒരു ലെയർ കൊടുക്കും. അപ്പോൾ അത് ഗ്രീനും പിന്നെ ബ്ലൂ ഒക്കെ വരും. അപ്പോൾ ആദ്യം ഒരു ബേസ് കോട്ട് എന്നുള്ള രീതിയിൽ ഗ്രീൻ കൊടുക്കുകയാണ്. പിന്നെ ഈ ചെവിപ്പൂ, അതായത് ഈ ചെമ്പകപ്പൂ എന്ന് പറയുന്നത്, അത് ഇതേപോലെ ചെവിയുടെ ബാക്കിൽ വരും, ഇവിടെയും വരും, അവിടെയൊക്കെ വരും. അപ്പോൾ അത് ആദ്യം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഈ നടുക്കുള്ള ഇതളിൽ, പിന്നെ രണ്ടറ്റത്തുമുള്ള ഇതളിൽ, അങ്ങനെയാണ് അതിൻ്റെ നിറം കൊടുക്കുക. പച്ച, അപ്പോൾ നടുക്കുള്ളതിലും രണ്ടറ്റത്തിലുമാണ് പച്ച കൊടുക്കുക. അതുപോലെ ഇവിടെ ഈ നടുക്കുള്ളതിലും രണ്ടറ്റത്തുള്ളതിലും പച്ച കൊടുക്കും, ഇവിടെയും അതേപോലെ. പിന്നെ വരുന്നത് ഈ അരയിലിടുന്ന ഒരു ഡ്രസ്സുണ്ട്, അതിൽ താഴത്തെ ഭാഗത്ത് ആണ് പച്ച, പിന്നെ പച്ച ചുവപ്പ്, പച്ച ചുവപ്പ്, അങ്ങനെ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ താഴത്തെ ഭാഗത്ത് ഈ പച്ച കൊടുക്കാം, അത് കഴിഞ്ഞ് വരുന്ന ചുവപ്പാണ്, അത് കഴിഞ്ഞ് ഇവിടെ പച്ച. അപ്പോൾ ഇവിടെയാണ് അടുത്ത പച്ച വരേണ്ടത്. അതേപോലെ ഈ സൈഡിലുള്ള പാർശ്വധാമം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അവിടെയും ഈ ഉള്ളിൽ ഇവിടെ പച്ചയും ഇവിടെ ചുവപ്പാണ്. അപ്പോൾ ഇവിടെയാണ് പച്ച വരിക. അതേപോലെ ഈ സൈഡിലുള്ള കെട്ട്, അതിനകത്ത് നമുക്കൊരു ഈ ഒരു സൈഡിൽ പച്ച കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ഈ സൈഡിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ പച്ച ഏകദേശം അങ്ങനെയാണ്. പിന്നെയുള്ള വരുന്നതെന്ന് വെച്ചാൽ ഈ ചെറിയ താമര ഉണ്ടല്ലോ, ഈ ചെറിയ താമരയുടെ തണ്ട്, അതൊക്കെ പച്ചയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാനൊന്ന് കൊടുക്കാം. അത് വളരെ ഡൈല്യൂട്ടായിട്ടുള്ളൊരു വെർഷൻ ആദ്യം വേണമെങ്കിൽ ചെയ്യാം. ഇതിന് മുകളിൽ ഞാൻ ചെറിയൊരു യെല്ലോ ഗ്യാപ്പ് ഇടുന്നുണ്ട്. കാര്യം ഇവിടെ ചെറിയൊരു യെല്ലോ കളർ ഇവിടെ വരണം. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പച്ച ഫിൽ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ പച്ച. അപ്പോൾ ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു പച്ചയാണ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഡാർക്കായിട്ടുള്ള, അതായത് ഇതിപ്പോൾ വളരെ വെള്ളം കൂട്ടിയെടുത്തിരിക്കുകയാണ്, അപ്പോൾ ഒരു വാഷ് ലെവൽ, അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള പച്ച എടുത്ത് കൊടുക്കാം. അതതിൻ്റെ ഒരു ഷെയ്ഡിങ് എന്നുള്ള രീതിയിലാണ്. രണ്ടറ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും അറ്റത്തുള്ള ഇതളുകൾ കൊടുക്കുക. അപ്പോൾ ഏറ്റവും അറ്റത്തുള്ളത് ചെറുതായിട്ടാണ് കാണുന്നതെങ്കിലും അവിടെ മാത്രം കൊടുത്താൽ മതി. പിന്നെ നടുക്കും. ഓക്കെ, ഇതതിൻ്റെ ഫസ്റ്റ് ലെയറാണ്. അടുത്തത് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡാർക്കായിട്ട് കിട്ടും. ഇനി ഇതിന് ഉള്ളിൽ ഇതിനകത്താണ്, ഇവിടെ ഇതേപോലെ ഈ സൈഡിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇവിടെ
ആണ്. അപ്പോൾ ഇവിടെ നടുക്ക് നമ്മൾ ആ മഞ്ഞ ഒഴിവാക്കിയിട്ട് ഇവിടെയാണ് ഇപ്പോൾ പച്ച കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ അതേപോലെ ലാസ്റ്റ് പച്ച കൊടുക്കുക. ഇനി ഇതിൻ്റെ ഈ മുകളിൽ ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗത്താണ് ബോഡിയിലാകെ പച്ച ഉള്ളൂ. ഇത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു ലെയർ കൂടി അടിച്ചാൽ മതി. അടിക്കുമ്പോൾ ഈ സൈഡിൽ എല്ലാം ഒരല്പം ഷെയ്ഡ് കൂടുതൽ കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇവിടെയുണ്ട്, ഇവിടെയും പച്ച കൊടുക്കാം. ഈ ഭാഗത്തും ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്, ഇവിടെയും പച്ച. അപ്പോൾ ഇവിടെ ചുവപ്പ്. അങ്ങനെ ഒരു ബാലൻസ്ഡ് മെത്തേഡിൽ വേണം ഇത് പോകാൻ. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാനുള്ളത് താമരയുടെ ചെറിയ തണ്ടിലാണ്. അതെല്ലായിടത്തും കൊടുത്തിടുക. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമത് നമ്മളൊരു ലെയർ കൂടി കൊടുക്കുക.
ഇവിടെ ഈ ചെവിപ്പൂവിൽ ചെയ്യുമ്പോൾ ഈ സൈഡിൽ മാത്രം ചെയ്യുക, നടുക്ക് അതിന് ചെറിയൊരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നടുക്ക് നമ്മൾ നേരത്തെ ചെയ്ത ആ വാഷ് ലെവലുണ്ടല്ലോ, അത് മതി. ഈ രീതിയിൽ ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഈ പീലിക്ക് ഈ സൈഡിൽ മാത്രമാണ് ചെയ്യുന്നത്. കാര്യം ഇവിടെ ഇനി നമ്മളൊരു ബ്ലൂ മിക്സ് ചെയ്തൊരു മിക്സ് കൂടി വരാനുണ്ട്. ഇവിടെ ഞാനൊരു യെല്ലോ വിട്ടത് അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളെ ഗ്രീൻ ഏകദേശം കഴിഞ്ഞു. വളരെ ചെറിയ ചിത്രമായതുകൊണ്ട് ഗ്രീനൊക്കെ ഇത്രേ ഉള്ളൂ, ഇത് മതി. ശരിക്കും നമ്മൾ ഇത് യെല്ലോ ഷെയ്ഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, യെല്ലോ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്ന ആ റെഡും അത് ഡ്രസ്സിൻ്റെ അവിടെയും റെഡ്. കാര്യമല്ല, മ്യൂറൽ ഒരു സമയത്ത് ഒരു കളറേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ റെഡ് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് വരുന്ന എല്ലായിടത്തും ആ റെഡ് ഫിനിഷ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് റെഡ് ചെയ്ത് ഇതേ മിക്സ് തന്നെ ഇവിടെ എടുത്ത് അതേ മിക്സ് തന്നെ എടുത്തിട്ട് വാഷ് ലെവലിൽ ആദ്യം ഒരു ലെയർ അടിക്കുക, പിന്നെ അടുത്ത ലെയർ ഒന്നുകൂടി അടിച്ച് സെറ്റാക്കണം. അതായത് ഇപ്പോൾ ഇവിടെ ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡ് വരും. അപ്പോൾ ഈ റെഡ് ഇവിടെ ഇവിടെ അതേപോലെ ഇവിടെ പിന്നെ ഈ രണ്ട് ഭാഗത്ത് ഇവിടെ ഇതൊക്കെ റെഡാണ് വരിക. ഇത് പിന്നെ മഞ്ഞപ്പട്ട് തന്നെ ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഷെയ്ഡിങ് മാത്രം മതി. അതും ഈ പറഞ്ഞ പോലെയാണ്, നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിട്ട് ഈ മഞ്ഞയായിട്ട് തന്നെ നിർത്തുക. റെഡ് ഷെയ്ഡ് ചെയ്തിട്ട് മഞ്ഞയായിട്ട് നിർത്തിയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റെഡ് കൂടി ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നത് ബോഡി ഫിനിഷ് ചെയ്യാനായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് റെഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.